ഈ പനിയുള്ള കുട്ടികളുടെ പാരൻസിന്റെ കംപ്ലൈന്റ് ആണ് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളത്. ശരിക്കും നമ്മൾ ടെമ്പറേച്ചർ കൂടുതലുള്ള സമയത്ത് കുട്ടികൾക്ക് കട്ടിയുള്ള ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പനിയുള്ള സമയം എന്ന് പറയുമ്പം അവരുടെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ അമിതമായി പ്രതികരിക്കുന്ന സമയമാണ്. അതായത് വൈറസ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, ഇതിനോട് ഓവറായിട്ട് പ്രതികരിക്കുന്ന ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടുകയും ആ സമയത്ത് നമ്മുടെ ബോഡിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ കുറയുകയും ചെയ്യും. അതായത് നമ്മുടെ ഓരോ ഓർഗൻസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിൽ മാത്രമേ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഈ ടെമ്പറേച്ചർ കൂടുതലുള്ള സമയത്ത് നമ്മുടെ ആമാശയത്തിന്റെ പ്രവർത്തനം കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ശരീരം വീക്കാവുകയും ടെമ്പറേച്ചർ വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ടാവും. വോൾട്ടേജ് കൂടുതലുള്ള സമയത്തോ അല്ലെങ്കിൽ കുറവുള്ള സമയത്തോ നമ്മുടെ മിക്സഡ് ഗ്രൈൻഡർ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ശരിക്കും വർക്ക് ചെയ്യുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ദഹന പ്രക്രിയയും. അത് കൃത്യമായ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. മാത്രമല്ല, നമ്മുടെ ശരീരം അമിതമായിട്ട് ഈ ഒരു അണുക്കളോട് പ്രതികരിക്കാൻ എനർജി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും കൊണ്ടുപോയിട്ട് അവർക്ക് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരം വീണ്ടും വീക്കാവാനും ടെമ്പറേച്ചർ കൂടാനും ബുദ്ധിമുട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ലൈറ്റ് ഫുഡ് കൊടുക്കുക, വെള്ളം ധാരാളം കുടിപ്പിക്കുക, വെജിറ്റബിൾ സൂപ്പോ ഒക്കെ കൊടുത്താൽ മതി ആ സമയത്ത്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ ഒരു 1-2 ദിവസം അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വയം നല്ല രീതിയിൽ അവരുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ആവുകയും ഇതിനെതിരെ വർക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ നോർമൽ ആകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. താങ്ക് യു.